ഞാൻ പാണനല്ല, പുലയനല്ല, നീ തമ്പുരാനുമല്ല. ഈ വാക്കുകൾ അറിയാം പുതിയ കാലത്തിന്, പുതിയ തലമുറക്ക്. അത് റാപ്പ് ഗായകൻ വേടൻ്റേത് കരുത്തുള്ള ഭാഷയാണ്. ഹിരൺദാസ് മുരളി എന്ന തൃശൂർ സ്വദേശിയാണ് വേടൻ എന്ന പേര് സ്വീകരിച്ച് മലയാള റാപ്പ് ഗാനരംഗത്ത് സ്വന്തമായ ഇരിപ്പിടം നേടിയത്. വേടൻ്റേത് വെറും പാട്ടല്ല, അതിൽ രാഷ്ട്രീയം കൂടി കലർന്നിരിക്കുന്നു. എമ്പുരാൻ സിനിമാ വിവാദത്തിന്റെ പശ്ചാത്തലത്തിൽ സിനിമയ്ക്ക് മുൻപിലും പിന്നിലും പ്രവർത്തിച്ചവരിൽ മാപ്പ് പറഞ്ഞ് കൈയൊഴിഞ്ഞപ്പോൾ വേടൻ വിട്ടില്ല. സിനിമ ചെയ്തതിനൊക്കെ ഇടി റൈഡ് വരുന്ന കാലഘട്ടമാണ്. അപ്പൊ ആരെ കുറിച്ച് എന്തൊക്കെ സംസാരിക്കാൻ മനസ്സിലാവുന്നുണ്ടല്ലോ മക്കൾക്ക്. സിനിമയെടുത്താൽ ഇടി വരുന്ന കാലമാണ് മക്കളെ എന്ന് പറയാൻ വേടൻ മടിച്ചില്ല. സിന്തറ്റിക് ലഹരി കുടുംബം നശിപ്പിക്കും, അച്ഛനെയും അമ്മയെയും തിരിച്ചറിയാതാക്കും, രാഷ്ട്രീയ ബോധ്യമുള്ളവരായി വളരണമെന്ന് വേടൻ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. പ്രായം ചെന്നവരിൽ വിശ്വാസമില്ലെന്നും വേടൻ. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം നിശാഗന്ധിയിൽ 20,000 പേരാണ് വേടന്റെ പാട്ട് കേൾക്കാനെത്തിയത്. 4 പാട്ടുകൊണ്ട് നിർത്തേണ്ടി വന്നു. കാരണം അത്രയും ആളുകളെ താങ്ങാൻ നിശാഗന്ധിക്ക് കഴിയുമായിരുന്നില്ല. അതേ വേടൻ പാട്ടും പറച്ചിലുമായി മലയാളി യുവത്വത്തിന്റെ മനസ്സ് കീഴടക്കി കഴിഞ്ഞു. വേടൻ പറയുന്നത് ഇങ്ങനെ: കേരളത്തിലെ ജാതീയതയെക്കുറിച്ച് പാടുന്നത് അത് അനുഭവിച്ചതിന്റെ പശ്ചാത്തലത്തിലാണ്. ജാതീയമായി അധിക്ഷേപിക്കപ്പെടുന്ന ദളിതന് ആ അനുഭവം പറയാൻ പോലും വേദിയില്ല. വീടിന്റെ ചുറ്റുവട്ടത്തിൽ നിന്ന് കുട്ടിക്കാലം മുതൽ ജാതീയമായ വിവേചനം നേരിട്ടിട്ടുണ്ട്. ഞങ്ങൾക്ക് പറയാൻ സാധിക്കാത്ത കാര്യങ്ങൾ നിങ്ങൾക്ക് പാട്ടിലൂടെ പറയാനാകുമെന്ന് പലരും പറഞ്ഞിട്ടുണ്ട്. അവർ സഹോദരനെ പോലെ കാണുന്നുണ്ട്. റാപ്പുകളിലും ഇൻഡിപെൻഡന്റ് മ്യൂസിക്കുകളിലും രാഷ്ട്രീയം പറയാൻ പലർക്കും ധൈര്യക്കുറവുണ്ടായിരുന്നു. നേരിട്ടും ഫോണിലൂടെയും ഭീഷണികൾ വന്നിട്ടുണ്ട്. സർക്കാർ